കളിക്കണേ 4-ആയ ഇത് വന്നില്ലല്ലോ. അത് വന്നു. അയ്യോ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഡേ 16. ഓക്കെ, കം ഓൺ. 14 ദിവസം വീഡിയോ ഇട്ടല്ലേ. ഡേ 16. ഞങ്ങൾ അത്യാവശ്യം ഇന്ന് ബാഡ്മിൻ്റൺ കളിച്ച് അത്യാവശ്യം ഒന്ന് തടിയൊക്കെ ഇളകി. ഞാനുണ്ട്, ഫവാസ് ഉണ്ട്. ഫവാസ് ഒരു ഹായ് പറയോ. മുസ്തു ഒരു ഹായ് പറയൂ. ഹായ് പറയൂ മുസ്തു. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു മുസ്തു? Today was a very productive day. Very exhausted. ഇപ്പോഴും exhausted. കളി തുടങ്ങി. സോ നമ്മുടെ ടീം ഇവിടെയാണ്. ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് പറയാം. ഇവരോട് കളിക്കട്ടെ, ഞാൻ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ കുട്ടി ഇപ്പം ഉണ്ട് നമ്മളെ കൂടെ നടക്കാൻ കളിക്കാനൊക്കെ. രാത്രി 9:30-10 മണിയായിക്കണേ അല്ലേ? എവിടെ ഉണ്ട്? കോക്കുവാ? കോക്ക് കൂടെ? ഡോഗ് ഇട്ടോ, ഡോഗിനാണ് പറയുന്നത്. എവിടെ ഡോഗ്? ഒന്നുണ്ടല്ലേ, ഡോഗ് അവിടെ ഉണ്ടല്ലേ. ഡബിൾ കുട്ടീൻ്റെ ഡീറ്റെയിൽ പറയല്ലേ. സോ ഇന്ന് ഡേ 16 മോർണിംഗിൽ തന്നെ നമ്മൾ ഇന്നലെ നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പുലർച്ചെ ഏകദേശം 3 മണിക്കാണ് റൂമിലെത്തിയത്. വന്നിട്ട് നല്ല നടക്ക് വന്നിട്ട് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അത് എഡിറ്റ് ചെയ്തിട്ട് ആണ് കിടന്നുറങ്ങിയത്. ദെൻ ഇത് മോർണിംഗിൽ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഞാൻ നൈറ്റ് അപ്ലോഡ് ചെയ്യാണ്. ഇന്ന് ചൊവ്വാഴ്ച. ഇന്ന് നമ്മുടെ ടീം ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇവിടെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നമ്മുടെ കുറച്ച് ഓഫീസിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലുമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഞങ്ങളിന്ന് GVQ എന്ന് പറഞ്ഞൊരു കഫേയിൽ പോയിരുന്നിട്ട് കുറച്ചൊരു വർക്ക് ചെയ്തു. നല്ലൊരു അടിപൊളി കോൺസെപ്റ്റാണ്. നമ്മൾ 1 മിനിറ്റിന് ₹1 വെച്ചിട്ടാണ് പേ ചെയ്യുക ഒരാൾക്ക്. ഇനീഷ്യലി 150 rupees അല്ലേ ഒരാൾക്ക്. ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ 2 ആളുകളെ മീറ്റ് ചെയ്യുകയും ചെയ്തു. നമ്മുടെ അക്കൗണ്ട്സിൻ്റെ CA-കാരനായിട്ടിരുന്ന് കുറച്ച് സ്ട്രീം ലൈൻ ചെയ്തു. അപ്പം കുറേ പെൻഡിങ് ആയിട്ടുള്ള ഇൻവോയ്സസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാണ്ടായിരുന്നു. അതും കഴിഞ്ഞു. ദെൻ നമ്മൾ സബിൽ കുട്ടീനെ മീറ്റ് ചെയ്തു ഈവനിങ്ങിൽ. എൻ്റെ ഫ്രണ്ടാണ്, ആളൊരു കൺസൾട്ടൻ്റാണ്. ദ സെയിം ടൈം ആസ് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളൊരു മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ളൊരു പേഴ്സണാണ്. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ ഓവറോൾ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ലേണിങ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ നമ്മളതായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു നോളജ് ഉണ്ടാവും. ആ നോളജിൻ്റെ അപ്പുറത്തേക്ക് ഒരു തിയറട്ടിക്കൽ എക്സ്പീരിയൻസസും ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി. നമ്മൾ ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ ടേംസോ കാര്യങ്ങളോ അല്ല കൂടുതലും. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പണി ചെയ്താൽ അവർക്ക് എന്താ കിട്ടുക, തിരിച്ച് റിട്ടേൺസ് എന്താ കിട്ടുക എന്നുള്ളത് മാത്രം അവർ നോക്കുള്ളൂ. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി നമ്മൾ ജസ്റ്റ് ഫോർ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്താൽ പോരാ. റേദർ ദാൻ നമ്മുടെ ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി അതന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ കിട്ടില്ല എന്നൊന്നുമല്ല. സോ അതാണ് ഇന്നത്തെ ഓവറോൾ പറയാനുള്ളൊരു കാര്യം. പിന്നെ ഒരു സർപ്രൈസിങ് ആയിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു 1 ഓഫ് ദ ബ്രാൻഡ് ഉണ്ട്.
അത് ഒരു പോപ്പുലർ ആയിട്ടൊരു ആക്ടറാണ് അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ ആളെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ഫ്രൈഡേയിൽ ഞങ്ങളൊരു മീറ്റിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പോപ്പുലർ ബ്രാൻഡാണ്. കമ്മിങ് ഡേയ്സിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ. സോ ഇന്ന് ഓവറോൾ ഇപ്പോൾ പറയാനുള്ളത് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങളിപ്പോൾ 10 മണിക്കാണ്, രാത്രി 10 മണിക്ക് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വർക്ക്സൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പം ലേറ്റായി, ഒരു 8:30 ഒക്കെ ആയി. അത് കഴിഞ്ഞ് 10 മണിക്ക് ഇപ്പോൾ ഞങ്ങൾ വാക്കിങ്ങിലാണ്. അതിൻ്റെ ഇടയിൽ ബാഡ്മിൻ്റൺ കളിച്ചു. സോ താങ്ക് യു വെരി മച്ച്. ദിസ് ഈസ് ടുഡേയ്സ് അപ്ഡേറ്റ്. മുസ്തു, എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ? എങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചിയിലെ ഒരു ഡേറ്റ്സും കാര്യങ്ങളൊക്കെ? കൊച്ചി വാസ് വെരി പ്രൊഡക്റ്റീവ്, അടിപൊളിയായിരുന്നു. പറഞ്ഞ പോലെ ഓഫീസിൻ്റെ വർക്ക് വിത്തിൻ 3-4 days കംപ്ലീറ്റ് ആവും. എന്നിട്ട് ടീം ഓപ്പറേഷൻ സ്ട്രീംലൈൻ ആവും. പിന്നെ പുതിയ പ്രോജക്ട്സ് ഹോപ്പ്ഫുള്ളി ബിഗ് ന്യൂസ് കമ്മിങ് സൂൺ. പ്രവാസ് എങ്ങനെ ഉണ്ടായിരുന്നു?